സാധുദർശനം പാപവിമോചനം. പുണ്യാത്മാക്കളെ, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ക്ഷേത്രാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു പൂജയും ഹോമവും ആകുന്നു ശത്രുസംഹാര പൂജ അല്ലെങ്കിൽ ശത്രുസംഹാര ഹോമം. എല്ലാ ഭക്തന്മാരുടെയും അറിവിലേക്കായി ജാതിയോ കുലമോ കുടുംബമോ ഗോത്രമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക്, ഉപാസകന്മാർക്ക്, ആചാര്യന്മാർക്ക് എന്നിവർക്കായി ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ, അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ ചെറിയ ഒരു അറിവ് പകരുവാൻ ഉദ്ദേശിക്കുന്നു. പൂജ എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ മൂന്നര ചുറ്റായി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഷഡാധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരപത്നത്തിൽ വിശ്രമിക്കുന്ന പരമേശ്വരനായ പുരുഷനുമായി സമ്മേളിപ്പിക്കുന്നതായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത്. ഹം യം രം വം ലം എന്ന പഞ്ചഭൂതങ്ങളുടെ ബീജാക്ഷരങ്ങളടങ്ങിയതായ മന്ത്രങ്ങളെ പുഷ്പം, ധൂപം, ദീപം, ജലം, നൈവേദ്യം, ചന്ദനം എന്ന ജലാതിജലാന്തം എന്ന പ്രക്രിയയിലൂടെ നടത്തുന്നതായ പഞ്ചോപചാര ക്രിയകളിൽ ആധാരചക്രങ്ങളെ ഭേദിക്കുന്നതായ പ്രക്രിയയാണ് താന്ത്രിക ആചാരത്തിലുള്ളതായ പൂജകളും വൈദിക ആചാരത്തിലുള്ളതായ അനുഷ്ഠാനങ്ങളും. ഈ വിഷയം അങ്കുഷ്ടാഭ്യാം നമഃ എന്ന് തുടങ്ങുന്നതായ വൈദിക മന്ത്രങ്ങളുടെ ന്യാസപ്രക്രിയയിൽ കാണുന്നതാണ്. അപ്പോൾ പുണ്യാത്മാക്കളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ശത്രു സംഹാരം എന്ന ഹോമമോ പൂജയോ നടത്തുമ്പോൾ ശത്രു എന്നത് ആരാണ് എന്നുള്ളതാണ്. ഇവിടെ വളരെ ക്ലിയറായി നാം മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം, ജന്മജന്മാന്തരങ്ങളായി നാം ജനിച്ചു വരുന്നതായ ഗോത്രത്തിൻ്റെയോ കുലത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ബന്ധപ്പെട്ട് കിടക്കുന്നതായ കുലദേവതമാരും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കിടപിടിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൻ്റെ വ്യവഹാരം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ജന്മനക്ഷത്ര രാശിയിൽ വരുന്നതായ ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾക്ക് പകർച്ചയായിട്ടും ദോഷങ്ങളായിട്ടും ആ ഗാലക്സിയിലൂടെ പ്രവർത്തിക്കുന്നതായ മറ്റു ഗ്രഹങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള കമ്പനങ്ങളും അതിൻ്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നതായ ദോഷങ്ങളാണ് പ്രധാനമായിട്ടും രാഹു അല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ, നാഗദോഷങ്ങൾ. ഇതൊക്കെ തന്നെയാണ് സത്യത്തിൽ ശത്രു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി നീക്കിയതോ അല്ലെങ്കിൽ നമുക്കുടെ ഓഫീസിൽ വിപരീതമായി പെരുമാറുന്നതോ അവർക്കൊന്നുമല്ല ശത്രു സംഹാര പൂജയോ ഹോമമോ നടത്തുന്നത്. ഇത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ജ്യോതിഷശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ പോകുന്ന സമയത്തോ ബാധ എന്ന പേരിലോ അല്ലെങ്കിൽ ദൈവം മാട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമേറ്റു അല്ലെങ്കിൽ നിങ്ങൾക്ക് കലക്കി കുടിച്ചു തന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളുടെ മനസ്സിനെയോ നമ്മളെയോ മയക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നാം അടിമപ്പെട്ടു പോകുന്നത് നമ്മളുടെ മനസ്സിൻ്റെ
സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള കോർണറിലൂടെ നാം അറിയാതെ വഴുതി വീഴുമ്പോഴാണ്. അല്ലാതെ സത്യത്തിൽ ബ്രഹ്മാണ്ടത്തിൽ എല്ലാ ചരാചരങ്ങളും പ്രത്യേകമായ ഒരു റേഷ്യോയിൽ, പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകമായ ഒരു ആവശ്യത്തിനായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ ശത്രു എന്ന് പറയുന്ന ഒരു ജീവരാശിയോ വിഭാഗമോ ഇല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും എന്നറിയിച്ചുകൊണ്ട് ബാധയോ ശത്രു സംഹാര പൂജകളോ ഹോമങ്ങളോ എല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ വിപരീതമായി വരുന്നതായ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഭ്രമണപഥത്തിലെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങളെ നീക്കാനാണ് എന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം.